ഹലോ എവരിവൺ, MBA ക്ലൗഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ക്യാമാറ്റ് എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെബ്സൈറ്റിൽ വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളും പ്രൊഫൈൽ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സുകളും ഉണ്ട്. അതാണ് നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് MBA ക്ലൗഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. KMAT പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുകളാണ് നമുക്ക് കൂടുതൽ ചെയ്യുന്നത്. ഒപ്പം തന്നെ MBA സബ്ജക്റ്റ് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നു. MBA പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു 360 ഡിഗ്രി എല്ലാ തരത്തിൽ നിന്നുള്ള സപ്പോർട്ടാണ് MBA ക്ലൗഡ് ചാനലിലൂടെ നമ്മൾ അഷ്വർ ചെയ്യുന്നത്. നൗ ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമുക്കറിയാം KMAT, CMAT, CAT 3 എക്സാംസ് ആണ് നമ്മൾക്ക് MBA പ്രവേശനത്തിനായിട്ട് കേരളത്തിൽ പെർമിറ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ എക്സാംസുകൾ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള എക്സാംസുകൾ. ഇതിൽ CAT എക്സാം ഈ വർഷത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. KMAT എക്സാമിനുള്ള അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ഈ 2 സ്റ്റാൻഡ്സ് മിസ് ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ CMAT എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമതൊരു KMAT എക്സാമും കൂടി ഉണ്ടാവും. KMATൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. നിങ്ങൾ KMAT എക്സാമിനേഷൻ്റെ അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ തുടർന്ന് വീഡിയോ കാണുക. അതിൻ്റെ KMAT അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് വീണ്ടും നമ്മൾ എപ്പോഴും വിസിറ്റ് ചെയ്യാറുള്ള www.ce.kerala.gov.in വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഈ വെബ്സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എക്സാം കഴിയുന്നവരെ അല്ലെങ്കിൽ എക്സാം റിസൾട്ടൊക്കെ വരുന്നവരെയൊക്കെ ഈവൻ നിങ്ങളുടെ സ്കോർ കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഘട്ടം വരെ പല ഘട്ടത്തിലായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വരുന്നു, പിന്നീട് നമ്മൾ എക്സാം എഴുതുന്നു, ആൻസർ കീ വരുന്നു, റിസൾട്ട് വരുന്നു, അഗെയിൻ സ്കോർ കാർഡ് വരുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഒരു ഘട്ടത്തിലെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ളൊരു വെബ്സൈറ്റാണ് www.ce.kerala.gov.in. ഈ വെബ്സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. എക്സാമിൻ്റെ ഓരോ തലത്തിലുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ പുതിയ അപ്ഡേറ്റ് KMAT കേരള 2024 ഓൺലൈൻ അപേക്ഷ സെക്ഷൻ 1U എന്ന് പറയുന്ന പുതിയ അപ്ഡേറ്റിൽ എന്താണുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ലോഗിൻ ചെയ്തപ്പം ഒരു ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അസസ് കോഡ് ഇതാണ് അസസ് കോഡ് വന്നിട്ടുള്ള ഇവിടെ സാമ്പിളായിട്ട് വരുന്ന റാൻഡം നമ്പർ. അത് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കറക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓർഡേഴ്സ് എപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്താലും പുതിയ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു പോർഷനാണ് നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓർഡേഴ്സ്. ഇവിടെ പുതുതായിട്ട് എന്തുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന നല്ലതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓർഡേഴ്സിൽ എന്താണ് പുതുതായിട്ടുള്ളത് നോക്കാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന് നമുക്ക് എക്സാം ഡേറ്റ് വന്നതായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കാണാൻ പറ്റും. അപ്പം അതിൽ എക്സാമിൻ്റെ ഡേറ്റ് വന്ന ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. KMAT 2024 പ്രവേശന പരീക്ഷ തീയതി നിശ്ചയിച്ചു എന്ന് പറയുന്ന ടൈറ്റിൽ. 2024-25 അധ്യയന MBA പ്രവേശനത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ KMAT 2024 സെക്ഷൻ 1 3/3/2024 അതായത് മാർച്ച് 3-ാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും വെച്ച് നടത്തുന്നതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ. മാർച്ച് 3-ന് 3 മാർച്ചിനാണ് എക്സാം. 3 മാർച്ച് 2024 KMAT എക്സാം ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. അപ്പം ഡേറ്റ് ഓർത്തിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ 16 ദിവസമാണ് ഉള്ളത്. അപ്പം ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം ഈ നെക്സ്റ്റ് സാറ്റർഡേ, മറ്റന്നാൾ സാറ്റർഡേ, അത് കഴിഞ്ഞ് 2 ആഴ്ച. അപ്പം അത്യാവശ്യം 16 ദിവസമാണ് പ്രിപ്പറേഷൻ 2 ആഴ്ച ആണ് ഉള്ളത്. ഏകദേശം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മറ്റെന്ത് ഡീറ്റെയിൽസ് ആണ് ഈ വെബ്സൈറ്റ് പറയുന്നത് നമുക്ക് നോക്കാം. എഗെയിൻ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു വരുവാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓർഡേഴ്സിൽ വരുവാണെങ്കിൽ 2 കാര്യങ്ങൾ പുതുതായിട്ട് ഒന്നായിട്ട് കാണാൻ പറ്റുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ അടുത്ത പത്രക്കുറിപ്പിനകത്ത് എന്താണുള്ളത്? ഫെസിലിറ്റി ഫോർ കറക്റ്റിംഗ് ഡിഫക്റ്റീവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പത്രക്കുറിപ്പ് എന്താ നോക്കാം. പത്രക്കുറിപ്പിൽ എന്താണ് കൊടുത്തൊക്കെ നോക്കാം. അതുപോലെ നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ട്. നമുക്ക് ആദ്യം പത്രക്കുറിപ്പ് നോക്കാം. പത്രക്കുറിപ്പിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: 2024 മാർച്ച് 3-ന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടന്ന MBA പ്രവേശന പരീക്ഷണത്തിനുള്ള വിദ്യാർത്ഥികൾ പ്രൊഫൈൽ വിവരങ്ങൾ പരിശോധിക്കാനാണ്. നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുക. വെബ്സൈറ്റ് ലോഗിൻ ചെയ്തിട്ട് KMAT കാൻഡിഡേറ്റ് പോർട്ടൽ ലിങ്ക് പ്രൊഫൈൽ പരിശോധിക്കാനും ന്യൂനതകൾ ഉള്ള പക്ഷം എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അവ 19/2 അതായത് ഫെബ്രുവരി 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ അതിനുള്ളിൽ നിങ്ങൾ ആവശ്യമായ കറക്ഷൻ അല്ലെങ്കിൽ തിരുത്തൽ വരുത്താൻ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വിശദ വിവരങ്ങൾക്ക്
വിജ്ഞാപനം കാണാം, നോട്ടിഫിക്കേഷൻ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ന് വരെയാണ് എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ എന്ത് തന്നെയാണ് അവസരം തന്നിട്ടുള്ളത് 19-ാം തീയതി. അപ്പം ഫെബ്രുവരി 19 വരെ. അപ്പോൾ ഏതായാലും 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 16ആണ്, അപ്പോൾ നാളെ 17, 18, 19 എന്ന് പറയുന്നത് തിങ്കളാഴ്ച 2 മണി വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കറക്ഷൻസ് വരുത്തുന്നുണ്ടെങ്കിൽ എങ്ങനെ കറക്ഷൻ കണ്ടുപിടിക്കാമെന്നും കൂടെ പറയാം. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വരുത്താനുള്ള സമയം 16, 17, 18, 19 തിങ്കളാഴ്ച 2 മണി വരെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്താണുള്ളത് കൊണ്ട് നോക്കാം. നോട്ടിഫിക്കേഷൻ അതിനാണ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് ഫോർ. ഇതാണ് നോട്ടിഫിക്കേഷൻ സമ്മറി. ഡീറ്റെയിൽ വായിച്ചു നോക്കുന്നതാണ്. അപ്പം ഇവിടെയും പറയുന്നത് 2 മണി വരെ കൊടുക്കുക എന്നാണ് പറയുന്നത്. മറ്റെന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ അയക്കാം. അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്? കാൻഡിഡേറ്റ്സ് ക്യാൻ വെരിഫൈ ദ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ത്രൂ കാൻഡിഡേറ്റ് പോർട്ടൽ. കംപ്ലൈൻറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് സച്ച് ആസ് നെയിം, ജെൻഡർ, മൊബൈൽ നമ്പർ, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, നാഷണാലിറ്റി, ഇങ്ങനത്തെ ഉള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ എന്തെങ്കിലും എറർ ഉണ്ടോ? അപ്പോൾ നെയിം, ജെൻഡർ, പലരും കുട്ടികൾ ചോദിക്കാറുണ്ട് പേര് തെറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ SSLC ബുക്കിലുള്ള പോലെ അല്ല പേരുള്ള, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെറ്റുണ്ടെങ്കിൽ ഇഫ് എനി മേ ബി സെൻഡ് ത്രൂ ഇമെയിൽ ടു ദ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ത്രൂ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, ഇന്ന സമയത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അഗെയിൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊടുത്തിട്ടുള്ള. അപ്പം 2 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിക് ഡീറ്റെയിൽസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ അത് തിരുത്താനായിട്ടുള്ളൊരു അവസരമാണ്. അത് തിരുത്താനായിട്ട് നിങ്ങൾ അതിൻ്റെ ശരിയായ വിശദാംശങ്ങൾ നിങ്ങൾ മെയിൽ അയക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാകാം. രണ്ടാമത് പറഞ്ഞേക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ചില കാൻഡിഡേറ്റ്സിന് ഹു ആർ ഡിഫക്ട്സ് ഇൻ ദർ ഫോട്ടോഗ്രാഫ് ഓർ സിഗ്നേച്ചർ, നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൻ്റെ സൈസിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ ഡയമെൻഷൻസ്, അല്ലെങ്കിൽ പിക്സൽ സൈസ്, അവർ പറയുന്ന പ്രൊപ്പോർഷനായിട്ട് ബന്ധപ്പെട്ട ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിക്ക് ദ മെനു ഡീറ്റെയിൽസ്, മെമോ ഡീറ്റെയിൽസ്. അപ്പോൾ മെമോ ഡീറ്റെയിൽസ് അങ്ങനെ ഒരു മെമോ ഡീറ്റെയിൽസ് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ മെമോ ഡീറ്റെയിൽസ് കാണുമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മെമോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഫോട്ടോയിൽ, സിഗ്നേച്ചറിൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, നെയിം, ജെൻഡർ, മൊബൈൽ നമ്പർ, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇഫ് എനി മേ ബി സെൻഡ് ത്രൂ ഇമെയിൽ ടു കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ത്രൂ ce.info@ce.kerala.gov.in. അത് പറഞ്ഞിട്ടുണ്ട് 2 മണി. അതും 2 മണി 19-ാം തീയതി തന്നെയാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ വരം. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായി വിചാരിക്കുന്നു. നെയിം ആൻഡ് റോൾ നമ്പർ, അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ മെയിൽ അയക്കുമ്പം കംപ്ലൈൻറ്റ് ഇൻ ദിസ് റെസ്പെക്ട് വിൽ ബി ദോസ് സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിലുള്ള മെയിലുകൾ മാത്രമേ കൺസിഡർ ചെയ്യുന്ന വെച്ചിട്ടുണ്ട്. Name and roll number of the applicant should be clearly mentioned in the complaint. Document to rectify the defect should be also submitted. അപ്പോൾ നിങ്ങൾക്ക് പേരിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ശരിയായ പേര് എന്താണോ അതിൻ്റെ ഒരു പ്രൂഫായിട്ട്, നിങ്ങളുടെ SSLC ബുക്കോ എന്തെങ്കിലും പ്രൂഫായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതാണ് ഒരു ഒന്നാമത്തെ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നത് നിങ്ങൾ മെമോ ഡീറ്റെയിൽസ്, മെമ്മോയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഫോട്ടോയോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഫൈൽ കറക്ഷൻ അല്ലെങ്കിൽ കറക്റ്റിംഗ് ഡിഫക്റ്റീവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 2 വ്യക്തമായി വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് കയറി നോക്കുക, മെമോ ഡീറ്റെയിൽസ് ഉണ്ടോ, നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ പേര്, സ്പെല്ലിംഗ്, മറ്റ് ഡീറ്റെയിൽസുകൾ, ബേസിക് ഡീറ്റെയിൽസുകളൊക്കെ എല്ലാം ശരിയാണ്, അതിൽ എറർ ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തുക. എറർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രൊസീഡ് ചെയ്യുക. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പം എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. പ്രൊഫൈലിൽ എന്തെങ്കിലും എറർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ വർക്കിംഗ് ഒക്കെയാണ്, അവിടുത്തെ CEO ഓഫീസിലെ ലാൻഡ് ലൈൻ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്, ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനൊക്കെ ഓഫീസ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ക്ലാരിറ്റി വരുത്താൻ പറ്റുന്നതുമാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ സമ്മറൈസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡൊക്കെ കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യുക. എഗെയിൻ മറ്റൊരു കാര്യം, നമ്മൾ എക്സാമിൻ്റെ പ്രിപ്പറേറ്ററി വീഡിയോസുകൾ നമ്മൾ നിരവധി പ്രിപ്പറേറ്ററി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രിപ്പറേറ്ററി വീഡിയോ സീരീസുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് നമുക്ക് ഇവിടെ നിങ്ങൾ ഒരിക്കൽ ടാപ്പ് ചെയ്യുന്നു. നിങ്ങൾ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം 70ഓളം വീഡിയോസുകൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും.
നിങ്ങൾ എല്ലാ വീഡിയോസ് നോക്കുക. നമ്മൾ 4 സെക്ഷൻസ് ആണുള്ളത്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ് ആൻഡ് വെർബൽ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, വെർബൽ പാർട്ടുകളിലുള്ള പ്രീവിയസ് ഇയർ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാം വളരെ യൂസ്ഫുൾ ആണ്. GK പാർട്ടുള്ള വീഡിയോസുകൾ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. മറ്റ് 3 സെക്ഷനിലെ വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. GK വീഡിയോസ് നമ്മൾ ചെയ്തത് വളരെ കുറവുമാണ്. അപ്പം നമുക്ക് ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് പാർട്ടുകളുള്ള പ്രീവിയസ് ഇയർ പ്ലേലിസ്റ്റിലുള്ള സെക്ഷൻ വൈസ് ഓരോ ടോപ്പിക് വൈസ് ഉള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ നോക്കി പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് വീണ്ടും കുറച്ചുകൂടെ വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. വീണ്ടും അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക. Till then, all of you take care. Stay safe. Bye-bye.